നേരമൊക്കെ എന്ത് പെട്ടെന്ന് വെളുക്കുന്നെന്ന് ഉറങ്ങിയത് ഓർമ്മ. അപ്പോഴേക്കും 9 മണി. 9 മണി മാത്രമല്ല, ന്യൂ ഇയർ കൂടിയായി. ഈ വർഷം നല്ലൊരു വർഷമാക്കി തരണം ഈശ്വരാന്ന് തന്നെ ആദ്യം പ്രാർത്ഥിച്ചാൽ തുടങ്ങി. ന്യൂ ഇയർ ആയതുകൊണ്ട് ഇന്ന് ക്ലാസ്സിൽ ലഡു ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ലഡു ഒക്കെ തന്നെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാൽ അപ്പം തന്നെ ബുക്ക് എടുത്തൊന്നും പറഞ്ഞു. ഗൈസ്, ഞങ്ങൾ ടിഷ്യൂ കിട്ടിയില്ല, അപ്പോൾ ഞങ്ങൾ ഹാഫ് ചെയ്തെടുക്കണം. ടിഷ്യൂ ആയതുകൊണ്ട് ഹാഫ് ചെയ്ത് കൊടുത്തു. ലഡു ആയിരുന്നതിൽ നോ കോംപ്രമൈസ്. കേൾക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ലഡു ആണെങ്കിൽ ലഡു, അതിൽ ഞാൻ സംതൃപ്തിപ്പെടുന്നു. 2025 എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് മന്ത് ആയപ്പോഴാണ് ഞാൻ യൂട്യൂബിലോട്ട് വരുന്നത് തന്നെ. ഈ വർഷത്തെ ഏറ്റവും വലിയ വിഷയമാണ് ഞാനൊന്ന് സക്സസ് ആവുക എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് 119 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. ചാനലെത്തിയിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ക്ലാസ് എടുക്കുമ്പോൾ വല്ലാത്ത ബോറടി തന്നിപ്പോൾ കുറച്ച് സമയം ചിത്രം വരച്ചൊക്കെ ഇരുന്നിട്ടുണ്ട്. എനിക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് ഇത് ഈ ആനപ്പുളിഞ്ചിക്ക എന്ന് പറഞ്ഞ സാധനം കണ്ടത്. എൻ്റെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താ പറയുന്നത് പറയണേ. ഈ സാധനം പഴുത്തത് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് തന്നെ. ഞങ്ങളിത് പറിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു, പക്ഷെ ഞങ്ങളുടെ ഹൈറ്റ് അതിന് സമ്മതിച്ചില്ല. പക്ഷെ ഞങ്ങൾ അവസാനം ഇത് പറിച്ചെടുത്തു. കഴിച്ചപ്പോഴും അടിപൊളി ഒരു ടേസ്റ്റ് ആയിരുന്നു ഇതിന്. കഴിച്ചിട്ടൊന്ന് പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇത് അടുത്ത മരത്തിൽ ഇഷ്ടംപോലെ പഴുത്ത് നിൽക്കുന്നത്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഈ പുളിമരം കണ്ടത്. പിന്നെ അതിലായി ഞങ്ങളെല്ലാവരും. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ സഹായിക്കാൻ അവിടെ കുഞ്ഞു കുഞ്ഞു പിള്ളേർ കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്കോ കിട്ടിയില്ല. ഈ ചെറുതേത് എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പരിശ്രമം കണ്ട് നടക്കാത്തതുകൊണ്ട് അവൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറിച്ചാണ് ഞങ്ങളിപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ നാളിന് ശേഷമാണ് പുളിയൊക്കെ ഇങ്ങനെ കല്ലെറിഞ്ഞ് കഴിക്കുന്നത്. പണ്ട് കഴിച്ച ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വല്ലാത്ത പുളിപ്പാണെങ്കിലും ഇത് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. ഈവനിങ് ആയിപ്പോൾ ഞങ്ങൾ സുഭാഷ് പാർക്കിലോട്ട് കയറുമ്പോൾ തന്നെ കാണുന്ന ഈ കടയിൽ നിന്ന് ഒരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്രീമി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ അവിടുത്തെ വെള്ളം നോക്കി കുറേ സമയം ഇങ്ങനെ ഇരുന്നു. 2026 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. അപ്പോൾ ഓക്കെ, ബൈ. അത്രയുള്ള സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.